ഓണത്തിന് അവധിക്ക് നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം സ്വദേശി ആകാശിന്റെ ആകസ്മികമായ മരണം. കുവൈത്തിൽ നിന്ന് അവധിക്ക് 1.5 വർഷം മുൻപാണ് ആകാശ് അവസാനമായി നാട്ടിൽ എത്തിയതെന്ന് ആകാശിന്റെ ബന്ധു പറഞ്ഞു. കുവൈത്തിലെ കമ്പനി അധികൃതർ രാവിലെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടതായി ആകാശിന്റെ അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ സൗമ്യ സന്തോഷും പ്രതികരിച്ചു. ഓണത്തിന് വന്ന വിവാഹമൊക്കെ എവിടെയെങ്കിലും നടത്തിയിട്ട് ഓണമെന്നുള്ള അമ്മ മാത്രമേ സഹോദരിയുണ്ട്. സഹോദരി വേറെ വേറെ താമസം. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അമ്മയുടെ അവസ്ഥ വന്ന് 7 മണിയായപ്പം എൻ്റെ മകനെ ഇവിടെ അടുത്തൊരു പയ്യനെ അവിടെ യൂണിയൻ കുവൈറ്റിൽ. അപ്പം അവന് എല്ലാ സുഹൃത്തുക്കളാണ്. ആകാശിൻ്റെ സുഹൃത്ത് എൻ്റെ മകൻ്റെ സുഹൃത്ത് അവരെല്ലാം ഒരു സെയിം പ്രായമാണ്. അപ്പോൾ അവനൊരു മെസ്സേജ് എൻ്റെ മോന് വാട്സപ്പ് മെസ്സേജ് ഈ കത്തുന്നതായിട്ട് വേണ്ടി ഈ പയ്യൻ താമസിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. അവൻ പറഞ്ഞ പോലെ അവനെ നമ്മളിവിടെ കണ്ണൻ എന്നാണ് അപ്പോൾ ആ പേരിലെല്ലാവരും ആണ്. അപ്പോൾ കണ്ണൻ താമസിക്കുന്ന ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുണ്ട്. ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ പിന്നെ അറിയിക്കാവുന്ന ഈ കത്തുന്നതായിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് വീഡിയോ ആയിട്ട്. അപ്പം അത് ഇന്ന് രാവിലെ ഞങ്ങൾ കമ്പനി HR-ഉമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആകാശിൻ്റെ ബോഡി അത് ബയോമെട്രിക് നടത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നാട്ടിലെത്തിക്കാനുള്ള പ്രൊസീജിയർ നടന്നു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആകാശ് 8 വർഷമായിട്ട് കുവൈറ്റിലാണ്. 1.5 വർഷത്തിന് മുൻപ് തന്നെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം നാട്ടിൽ വരാനുള്ള ടിക്കറ്റുകളെല്ലാം എടുത്തിരിക്കുകയായിരുന്നു.